മലമുഴക്കി വേഴാമ്പലിനെ കൊല്ലം തീരത്ത് കണ്ടെത്തി. കൊല്ലം ബേർഡിംഗ് ബറ്റാലിയൻ അംഗം അഷിലിൻ അലക്സാണ്ടർ വേഴാമ്പലിനെ തന്റെ ക്യാമറയിൽ പകർത്തി. കേരളത്തിന്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന് സമീപത്തെ തെങ്ങിന് മുകളിലാണ് കണ്ടത്. ഏറെ നേരം തെങ്ങോലയിൽ വിശ്രമിച്ചു. തങ്ങൾക്ക് അന്യമായ വേഴാമ്പലിനെ കണ്ട പരുന്തും കാക്കയും വട്ടമിട്ടതോടെ എങ്ങോട്ടേക്കോ വേഴാമ്പൽ പറന്നുപോയി. വേഴാമ്പലിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിൽ പോയി അവയുടെ ജീവിതം പകർത്തുന്ന കൊല്ലം തങ്കശ്ശേരി സ്വദേശി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആച്ചിലിന്റെ വീടിന് മുന്നിൽ വന്നുപെട്ട വേഴാമ്പലിനെ അതേ ക്യാമറയിൽ അദ്ദേഹം പകർത്തി. ഈ ഒരു സ്പീഷ്യസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈപ്പിലിൽ, പിന്നീട് ആലപ്പുഴ, ഇത് പിന്നീട് ഇപ്പം കൊല്ലം ജില്ലയിൽ ഇത് റിപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ പ്രദേശവാസികൾ ആദ്യം കാണുകയും അപൂർവമായൊരു കാഴ്ച ആയതുകൊണ്ടും പലരും വേഴാമ്പലുകളെ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അവർ കണ്ടപ്പോൾ തികച്ചും ഒരു അത്ഭുതത്തോടെയാണ് അവരിതിനെ നോക്കിക്കണ്ടത്. ഉടൻ തന്നെ എന്നെ അറിയിക്കുകയും ഞാൻ എൻ്റെ ക്യാമറ ആയിട്ട് ഇവിടെ വരികയും കുറച്ചധികം നല്ല ചിത്രങ്ങളും വീഡിയോസൊക്കെ പകർത്താനും എനിക്ക് സാധിച്ചു. തികച്ചും ഒരു ഭാഗ്യം നിറഞ്ഞ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. മലകളിൽ പ്രതിധ്വനിക്കാറുള്ള ശബ്ദവും ഹെലികോപ്റ്ററിന് സമാനമായ ശക്തമായ ചെറുകടി ഒച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന മലമുഴക്കി വേഴാമ്പലിനെ സാധാരണയായി മഴക്കാടുകളിലാണ് കാണാറ്. പക്ഷേ കടൽ തീരത്ത് വേഴാമ്പലിന് എന്തു കാര്യമെന്ന് അന്വേഷിക്കുകയാണ് പക്ഷി നിരീക്ഷകർ. സാധാരണ രീതിയിൽ നമ്മുടെ ഇവിടെ ഒന്നും വരുന്നത് ഒരു കിളിയേ അല്ല, വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള. ഞങ്ങൾ ഈ കളത്തൂപ്പുഴ അച്ചൻകോവിൽ ഭാഗത്ത് ഇതിന് സാധാരണയായിട്ട് സർവേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കാണാറുള്ളതാണ്. പക്ഷേ ഇവിടെ എങ്ങും ഇതുവരെയും അതിനെ സ്പോട്ട് ചെയ്തിട്ടില്ല. ഇത് കൊച്ചിയിൽ നിന്ന് അവിടെയൊക്കെ കണ്ട് കൊടുങ്ങല്ലൂർ വഴി ആ സീഷോർ പിടിച്ചു വന്നതായിരിക്കാനാണ് സാധ്യത. പൂർണ്ണ വളർച്ചയിലെത്തിയ വേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകുകളും 2 മുതൽ 4 കിലോ വരെ ഭാരവും ഉണ്ടാകും. ശിരസിൽ കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പി കാണാം. കൊക്കുകൾ വളരെ വലിയതും ശക്തിയേറിയതുമാണ്. വേഴാമ്പലിനെ പ്രണയിക്കാൻ ഇതൊക്കെ പോരെയെന്നാണ് പക്ഷി നിരീക്ഷകരുടെ ചോദ്യം. വേഴാമ്പലിനെ കുറിച്ച് നിരവധി പാട്ടുകളുണ്ട്. അതുപോലെ ഒരു സംഗീതം പോലെയാണ് നമ്മുടെ അസ്ലിൻ്റെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. വേഴാമ്പലിൻ്റെ ജീവിതം പകർത്താൻ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടായുള്ള ഒരു ശ്രമം. പലയിടത്ത് പോയി നിരവധി ചിത്രങ്ങൾ കിട്ടി. അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ, നമ്മുടെ ഒരു ഊഹം മാത്രമാണ്, ആ വേഴാമ്പൽ അസ്ലിനെ ഇവിടെ അന്വേഷിച്ചു വന്നു, കണ്ടെത്തി എന്ന് പറയും പോലെ. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.